ഹലോ, നമ്മൾ നോക്കാൻ പോകുന്നത് നാഷണൽ ഇൻകം കോൺസെപ്റ്റ് ആൻഡ് മീനിങ് ആണ്. ഇത് പാർട്ട് 1, പാർട്ട് 2 ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിലത്തെ ഇമ്പോർട്ടൻറ്റ് ടേംസ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ എന്താണ് നാഷണൽ ഇൻകം? അതായത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു പദമാണ് ദേശീയ വരുമാനം അഥവാ നാഷണൽ ഇൻകം. ഒരു സമ്പദ് വ്യവസ്ഥയുടെ മൊത്തം പ്രവർത്തനത്തെ വിശകലനം ചെയ്യുന്നതിനുള്ള മാനദണ്ഡമാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ദേശീയ വരുമാനത്തിൻ്റെ മീനിങ് അഥവാ അർത്ഥം എന്താണെന്ന് നോക്കാം. അതായത് ഒരു രാഷ്ട്രത്തിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം മൂല്യമാണ് ദേശീയ വരുമാനം. അതായത് മറ്റൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും സൃഷ്ടിക്കപ്പെടുന്ന മൊത്തം വരുമാനത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറച്ചാൽ ലഭിക്കുന്നതാണ് ദേശീയ വരുമാനം എന്ന് പറയാം. ഇനി എന്താണ് ദേശീയ വരുമാനത്തിൻ്റെ ഡെഫിനീഷൻ? അതായത് ആൽഫ്രഡ് മാർഷൽ പറയുന്നതിനനുസരിച്ച് ഒരു രാഷ്ട്രത്തിൻ്റെ തൊഴിൽ ശക്തിയും മൂലധനവും പ്രകൃതി വിഭവങ്ങളും എല്ലാം ഉപയോഗിച്ചിട്ട് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെയും സേവനങ്ങളുടെയും മൊത്തത്തിലുള്ള മൂല്യത്തെയാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് തൊഴിൽ വിഭവങ്ങൾ അല്ലെങ്കിൽ മൂലധനം എല്ലാം ഉപയോഗിച്ചിട്ട് മൊത്തത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സേവനങ്ങളുടെയും വസ്തുക്കളുടെയും മൊത്തം മൂല്യമാണ് ദേശീയ വരുമാനം. ഇനി നമുക്ക് കോൺസെപ്റ്റ് ഓഫ് നാഷണൽ ഇൻകം നോക്കാം. ആദ്യം തന്നെ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അഥവാ GNP, അതായത് മൊത്തം ദേശീയ ഉൽപ്പന്നം. ഒരു രാജ്യത്തിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മുഴുവൻ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് മൊത്തം ദേശീയ ഉൽപ്പന്നം. അതായത് ഇപ്പം ഈ ഒരു ദേശീയ ഉൽപ്പന്നത്തിൽ ഒരു രാഷ്ട്രത്തിൽ ഇപ്പം എല്ലാ ആൾക്കാരും ഉൽപ്പാദിപ്പിക്കുന്ന ഈ സേവനങ്ങളുടെയും സാധനങ്ങളുടെയും ഒക്കെ മൂല്യം ഉൾപ്പെടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിൽ ആരെങ്കിലും ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം അടക്കം ഈ ഒരു ഇന്ത്യയുടെ മൊത്തം ദേശീയ ഉൽപ്പന്നത്തിൽ ഉൾപ്പെടുന്നുണ്ട്. മൊത്തം ദേശീയ ഉൽപ്പന്നത്തെ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം പ്ലസ് വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള അറ്റ ഘടക വരുമാനം. ഇനി എന്താണ് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്? അതായത് ഒരു രാജ്യത്തിൽ ഒരു വർഷം ഉൽപ്പാദിക്കപ്പെടുന്ന മുഴുവൻ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറച്ചാൽ ലഭിക്കുന്നതാണ് അറ്റ ദേശീയ ഉൽപ്പന്നം. അതായത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് GNP മൈനസ് ഡിപ്രിസിയേഷൻ പറഞ്ഞാൽ തേയ്മാന ചെലവ് എന്നാണ് അർത്ഥം വരുന്നത്. ഇനി എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് GDP എന്ന് നോക്കാം. അതായത് ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു വർഷം ഉൽപ്പാദിക്കപ്പെടുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത്. അതായത് ഇതിലാണെന്നുണ്ടെങ്കിൽ വിദേശികൾ ഇന്ത്യയിൽ വെച്ച് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ അന്യരാജ്യങ്ങളിൽ വെച്ച് ഇന്ത്യക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം ഇതിൽ ഉൾപ്പെടുന്നില്ല. പക്ഷേ വിദേശികൾ ഇവിടെ വന്നിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് ഈ ഒരു മൊത്തം ആഭ്യന്തര ഉൽപ്പന്നമായിട്ട് കണക്കാക്കുന്നത്. ഇനി നമുക്ക് NDP എന്താണെന്ന് നോക്കാം. അതായത് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ വെച്ച് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറച്ചാൽ കിട്ടുന്നതാണ് അറ്റ ആഭ്യന്തര ഉൽപ്പന്നം. അറ്റ ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തെ തേയ്മാന ചെലവ് കൊണ്ട് കുറച്ചാൽ കിട്ടുന്നതാണ് അറ്റ ആഭ്യന്തര ഉൽപ്പന്നം. അതായത് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം മൈനസ് തേയ്മാന ചെലവ്. ഓക്കെ, ഇനി നമുക്കുള്ളൊരു ടേമാണ് നാഷണൽ ഇൻകം അറ്റ് കറണ്ട് പ്രൈസസും നാഷണൽ ഇൻകം അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസസും. അതും കൂടെ നമുക്ക് നോക്കാം. ഒരു രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷം ഉൽപ്പാദിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം അവ ഉൽപ്പാദിപ്പിച്ച വർഷം വിപണിയിൽ നിലനിൽക്കുന്ന വിലകളുടെ അടിസ്ഥാനത്തിൽ കണക്കാക്കി കിട്ടുന്നതിനെയാണ് നാഷണൽ ഇൻകം അറ്റ് കറണ്ട് പ്രൈസസ്. അതായത് ഇപ്പം നിലനിൽക്കുന്ന ആ ഒരു വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു നാഷണൽ ഇൻകം അറ്റ് കറണ്ട് പ്രൈസസ് കണക്കാക്കുന്നത്. ഇനി നാഷണൽ ഇൻകം അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസസ് എന്താണെന്ന് നോക്കാം. അതായത് ഒരു രാജ്യത്തെ സാമ്പത്തിക വർഷം ഉൽപ്പാദിക്കപ്പെടുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം അടിസ്ഥാന വർഷ വിലകളുടെ അടിസ്ഥാനത്തിൽ കണക്കാക്കുന്നതാണ് സ്ഥിര വിലകളിലുള്ള ദേശീയ വരുമാനം അഥവാ
റിയൽ ഇൻകം എന്ന് പറയാം. ഏതെങ്കിലും ഒരു വർഷത്തെ അടിസ്ഥാന വർഷമായിട്ട് കണക്കാക്കിക്കൊണ്ടാണ് ഈ ഒരു നാഷണൽ ഇൻകം അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസസ് കണക്കാക്കുന്നത്. ഇവിടെ വിലകളിലുണ്ടാകുന്ന മാറ്റം പരിഗണിക്കുന്നില്ല. പിന്നെ നാഷണൽ ഇൻകം അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസസ് കാണാൻ വേണ്ടിയിട്ട് നാഷണൽ ഇൻകം അറ്റ് കറൻറ്റ് പ്രൈസസ് ഡിവൈഡഡ് ബൈ ഇൻഡെക്സ് നമ്പർ ഓഫ് ദ കറൻറ്റ് ഇയർ ഇൻറ്റു 100 ചെയ്താലാണ് നാഷണൽ ഇൻകം അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസസ് കണക്കാക്കാനായിട്ട് പറ്റുന്നത്. ഇനി എന്താണ് GNP ഡിഫ്ലേറ്റർ എന്ന് നോക്കാം. നോമിനൽ GNPയും റിയൽ GNPയും തമ്മിലുള്ള അനുപാതമാണ് GNP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്. GNP ഡിഫ്ലേറ്റർ എന്നാണ് എഴുതിയിരിക്കുന്നത്. GNP ഡിഫ്ലേറ്റർ ഈക്വൽസ് ടു നോമിനൽ GNP ഡിവൈഡഡ് ബൈ റിയൽ GNP. എന്താണ് GDP ഡിഫ്ലേറ്റർ എന്ന് പറഞ്ഞാൽ പണപരമായ GDPയും യഥാർത്ഥ GDPയും തമ്മിലുള്ള അനുപാതം ആണ് GDP ഡിഫ്ലേറ്റർ. GDP ഡിഫ്ലേറ്റർ കാണാൻ വേണ്ടി നോമിനൽ GDP ഡിവൈഡഡ് ബൈ റിയൽ GDP. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പേഴ്സണൽ ഇൻകം PI എന്നുള്ളത് നോക്കാം. അതായത് വേതനം, പാട്ടം, പലിശ, ലാഭം, മറ്റടവുകൾ എന്നിവ വ്യക്തിഗത വരുമാനത്തിൽ ഉൾപ്പെടുന്നതാണ്. അതായത് ഒരു രാഷ്ട്രത്തിലെ എല്ലാ ഗാർഹിക യൂണിറ്റുകൾക്കും കൂടെ ഒരു വർഷം എല്ലാ വരുമാന സ്രോതസ്സുകളിൽ നിന്നുമായി ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ആകെത്തുകയാണ് വ്യക്തിഗത വരുമാനം. ഓക്കെ, എന്താണ് ഡിസ്പോസിബിൾ ഇൻകം അഥവാ പേഴ്സണൽ ഇൻകം? അതായത് വ്യക്തികൾക്ക് അവരുടെ ഇഷ്ടാനുസരണം ചെലവഴിക്കാൻ കഴിയുന്ന വരുമാനമാണ് വിനിയോഗ വരുമാനം എന്ന് പറയുന്നത്. വിനിയോഗ വരുമാനം ഇതിൽ ഈ ഒരു കണക്കാക്കാൻ വേണ്ടിയിട്ട് വ്യക്തിഗത വരുമാനത്തിൽ നിന്ന് പ്രത്യക്ഷ നികുതികൾ കുറച്ചാൽ മതി, മൈനസ് ചെയ്താൽ മതി. അതായത് വ്യക്തിഗത വരുമാനത്തിൽ നിന്ന് വ്യക്തികൾ നേരിട്ട് നൽകുന്ന നികുതികൾ കുറച്ചാൽ ലഭിക്കുന്നതാണ് വിനിയോഗ വരുമാനമായിട്ട് വരുന്നത്. ഇനി എന്താണ് പെർ ക്യാപിറ്റ ഇൻകം? ഒരു രാജ്യത്തിലെ ജനങ്ങളുടെ ശരാശരി വാർഷിക വരുമാനമാണ് പ്രതിശീർഷ വരുമാനം അഥവാ പെർ ക്യാപിറ്റ ഇൻകം. ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് ഈ ഒരു പെർ ക്യാപിറ്റ ഇൻകം. അതായത് പെർ ക്യാപിറ്റ ഇൻകം ഈക്വൽ ടു നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ. അതായത് ദേശീയ വരുമാനം ഡിവൈഡഡ് ബൈ ജനസംഖ്യ. ഇനി മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകമും ഇമ്പോർട്ടൻസ് ഓഫ് എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകമും എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം ഇൻ ഇന്ത്യയും മാത്രമേ നോക്കാനുള്ളൂ. അത് നമുക്കൊരു ചെറിയ വീഡിയോയിൽ നോക്കാം. പിന്നെ ഒരെണ്ണം കൂടെ ഉള്ളത് ഡിഫിക്കൽട്ടീസ് ഇൻ ദ എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം ആണ്. എനിക്ക് ചില വൈകായികൾ ഉള്ളതുകൊണ്ടാണ് സൗണ്ടും ഒരുമാതിരി ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു ചെറിയ വീഡിയോയിൽ ഇതും കൂടെ നോക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.